തനിനാടൻ പാചകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു മിക്സറാണ്. അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആവശ്യമായ സാധനങ്ങൾ: കടലമാവ് 250 ഗ്രാം, കപ്പലണ്ടി 180 ഗ്രാം, പൊട്ടുകടല 50 ഗ്രാം, പച്ചയേത്തക്ക ചെറിയൊരു കഷ്ണം, ആവശ്യത്തിന് കറിവേപ്പില. എടുത്തു വച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് കടലമാവിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഇടിയപ്പത്തിൻ്റെ പാകത്തിൽ കുഴച്ചെടുക്കാം. ഉപ്പ് ഞാനിപ്പോൾ ചേർക്കുന്നില്ല, ലാസ്റ്റാണ് ഉപ്പ് ചേർക്കുന്നത്. ഒരു ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് നന്നായി ഒന്നും കൂടെ കുഴച്ചെടുക്കാം. ബൂന്തി ഉണ്ടാക്കാനുള്ള മാവ് കുഴച്ചെടുക്കാം. മിക്സറിനകത്ത് എല്ലാവരും കാണുന്നില്ലേ തുള്ളി പോലെ, അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ പരുവത്തിൽ കുഴച്ച് മാറ്റി വയ്ക്കുക. വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ച് വെജിറ്റബിൾ ഓയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് മാവ് ഇട്ട് കൊടുക്കുക. ചൂടായ എണ്ണയിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ വലിപ്പമുള്ള അച്ചാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. 2 ടൈപ്പ് അച്ച് കൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. വലിപ്പമുള്ളതും വലിപ്പം കുറഞ്ഞതും. 2 വശവും തിരിച്ചും മറിച്ചുവിട്ട് മൂത്ത് കഴിയുമ്പോൾ കോരി മാറ്റാം. അടുത്തതായി വലിപ്പം കുറഞ്ഞ അച്ചിൻ്റെ മാവ് നെക്കിയത് വറുത്ത് കോരിയതാണത്. അടുത്തതായി ഒരു അരിപ്പത്തവിയിൽ ബൂന്തി ഉണ്ടാക്കിയെടുക്കാം. കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് അതിലേക്ക് ഒഴിച്ച് തട്ടി കൊടുത്തു വരുമ്പോൾ അത് ബൂന്തിയായിട്ട് വരും. അത് നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രമേ കോരിയെടുക്കാവൂ, അല്ലെങ്കിൽ മിക്സർ തണുത്തു പോകും. ബൂന്തി ഉണ്ടാക്കിയതിന് ശേഷം കപ്പലണ്ടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ചെറുതായി പൊടിച്ചെടുക്കാം.
പൊടിച്ചതിന് ശേഷം 1 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് നന്നായി തിരുമ്മി യോജിപ്പിക്കുക. ഇപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുള്ള മിക്സർ ഇവിടെ തയ്യാറായിരിക്കുന്നു. ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.